വിജയ നമസ്കാരം. നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും സി ജെ പിയുടെ പ്രൊട്ടസ്റ്റിന് പുതിയ പുതിയ മാനങ്ങൾ ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനത് സി ജെ പിയുടെ പ്രൊട്ടസ്റ്റ് എന്ന് എടുത്തു പറഞ്ഞത് പെട്ടെന്ന് ഇവിടെയുള്ള ജൻസി തലമുറയ്ക്ക് മനസ്സിലാകാനാണ്. കാരണം അവർ ഒരു മാധ്യമങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ട്രാപ്പിലാണ്. കാരണം സി ജെ പി നടത്തുന്ന പ്രൊട്ടസ്റ്റ് മാത്രമേ അവർ കാണുകയുള്ളൂ, ബാക്കിയുള്ള പ്രൊട്ടസ്റ്റുകളൊന്നും അവർ കാണില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഞ്ചാബിലും ജാർഖണ്ഡിലും ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ സമയത്തും രാഹുൽ ഗാന്ധി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി പാർലമെന്റിൽ കിടന്ന് തൊണ്ട കീറി അലറുകയായിരുന്നു എന്നുള്ളതാണ്. എന്റെ മൈക്ക് ഓഫ് ചെയ്തു, എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നില്ല, എന്റെ ഉടുപ്പ് വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോൺസെൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുന്നത്. പോരാത്തതിന് പേപ്പർ ലീക്ക് അതിന്റെ ബില്ല് ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ കൊണ്ടുവരികയാണ്. 60 കൊല്ലം ഭരിച്ച ഈ സർക്കാരിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കപിൽ സിബൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കപിൽ സിബലിന്റെ വിദ്യാഭ്യാസ വകുപ്പ് 7 പേപ്പറാണ് രാജ്യാന്തര തലത്തിൽ ലീക്ക് ചെയ്ത് പുറത്തേക്ക് വിട്ടത്. ആ കപിൽ സിബലിന്റെ കൂടെ ചേർന്നിരുന്നുകൊണ്ടാണ് സൗരവ് ദാസ് പത്രസമ്മേളനം നടത്തിയത്, സി ജെ പിയുടെ പ്രൊട്ടസ്റ്റിന്റെ മുഖ്യ ആസൂത്രകൻ. പക്ഷെ ഇതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കില്ല, കൊടുക്കില്ല. കഴിഞ്ഞ ദിവസം വന്ന ഒരു വിഷ്വലാണ് വിളിച്ചേട്ടാ. ദിസ് ഈസ് ഇൻ ജന്തർ മന്തർ, ദിസ് ഈസ് ജാർഖണ്ഡ്. ഞാൻ ദിസ് ഈസ് എന്ന് പറയുമ്പോൾ ഒരു വിഷ്വൽ എന്റെ മുമ്പിലുണ്ട്. ഇത് ജന്തർ മന്തർ അല്ല, ഇത് ജാർഖണ്ഡ് ആണ്. ഇതാണ് ആ വിഷ്വൽ. ഇതാണ് ജാർഖണ്ഡിലെ വിഷ്വലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന വിഷ്വൽസ് ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജന്തർ മന്തർ അല്ല, ഇത് ജാർഖണ്ഡാണ്. ഈ ജാർഖണ്ഡിൽ എന്തിനാണ് ഇവർ തെരുവിലേക്ക് ഇറങ്ങിയതെന്നുള്ള ചോദ്യമുണ്ട്. Lakhs of students are on the streets protesting over alleged irregularities in examinations and demanding accountability from the Congress JMM government. കോൺഗ്രസ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് JMM ഗവൺമെന്റിന്റെ ആ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയാണ് ഇവർ തെരുവിലേക്ക് ഇറങ്ങിയത്. കാരണം ഈ സർക്കാരുകളുടെ കീഴിൽ പരീക്ഷയിൽ ഒരുപാട് പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്, എക്സാമിന് ഇറഗുലാരിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, who frequently speaks about students and education, should also raise his voice for the students of Jharkhand. If he has solutions for fixing the country's education system, this is the time to speak up for a state governed by his alliance. Where are the activists and CJP who rushed to Delhi? Where is the outrage from so-called neutral media? For many, government accountability seems to begin and end with the Modi government. Opposition-ruled states rarely receive the same scrutiny. The Prime Minister has already accepted the resignation of the Union Education Minister. Now the question is, will the Jharkhand government also take responsibility and act for its students? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജാർഖണ്ഡിലെ ഗവൺമെന്റും ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുമോ? ഈ ന്യൂട്രൽ മീഡിയ, നിങ്ങൾ പറയുന്ന നിഷ്പക്ഷ മാധ്യമങ്ങൾ എവിടെ പോയി? CJP എവിടെ പോയി? പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എവിടെ പോയി? നിങ്ങളാരും ജാർഖണ്ഡിലേക്ക് പോകുന്നില്ലേ? കഴിഞ്ഞ ദിവസം പഞ്ചാബിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് കേരളത്തിലും PSC ചോദ്യപേപ്പർ ചോർച്ചയുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ബീച്ചേട്ടാ, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. യൂണിയൻ മിനിസ്റ്റർ അയാളുടെ മകൾക്ക് വേണ്ടി നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയതല്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എന്നിട്ടും പുള്ളി ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. കഴിഞ്ഞ ദിവസം ഈ PSC ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. ഞെട്ടിപ്പോയി. PSC എന്നൊക്കെ പറഞ്ഞാൽ എത്ര പവിത്രമായിട്ട് നമ്മൾ കൊണ്ടു നടന്ന ഒരു സാധനമാണെന്ന് അറിയാമോ? പവിത്രം എന്ന് പറഞ്ഞാൽ PSC പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഭയം, ഇതൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോ അനുകൂലിക്ക് പരീക്ഷ എഴുതാനായിട്ട് PSC ഇറ്റ്സെൽഫ് അനുകൂലിയെ ജയിപ്പിക്കാനായിട്ട് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് ജയിപ്പിക്കുകയാണ്. പോരാത്തതിന് മാധ്യമങ്ങൾ ഇന്നലെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. ആ അനുകൂലിക്ക് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ 10 ക്വസ്റ്റ്യൻസ് ഇവർ റിജക്ട് ചെയ്ത് കളഞ്ഞു. ആരുടെയും ചെക്ക് ചെയ്തില്ല. 10 ക്വസ്റ്റ്യൻസ് ഇവർ ചെയ്തതാണ്, PSC ചെയ്തതാണെന്ന് ഞാൻ പറയുമ്പോൾ PSCക്ക് അകത്തുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെന്നല്ല ഞാൻ പറയുന്നത്, PSC ചെയ്തതാണ് എന്നുള്ളതാണ് പറയുന്നത്. PSC ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഗവൺമെന്റ് ചൂട്ടുപിടിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയും വലിയ ഇഷ്യൂസ് നമ്മുടെ നാട്ടിലാണ്. PSCയുടെ വിദ്യാർത്ഥികൾ ഇവിടെ മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രി ശരി നീറ്റ് പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ കാര്യത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മൾ പറയേണ്ടത്? ഇപ്പോ ധനുഷ് ഇവിടെ കാണിച്ച വിഷ്വലും വാർത്തയും നിങ്ങൾ ഏതെങ്കിലും മലയാള മാധ്യമങ്ങളിൽ കണ്ടോ?
ഏതെങ്കിലും ഒരു മലയാള മാധ്യമം കഴിഞ്ഞ ദിവസം പാറ്റ സമരത്തിനൊക്കെ രാപകൽ കുത്തിയിരുന്ന് വാർത്ത ചെയ്ത ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഈ വാർത്ത കാണിച്ചു തരാൻ കഴിയുമോ? ഒരുപക്ഷെ ഇനി വരുമോ ഇല്ലയോ എന്നറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. ജോൺ ബ്രിട്ടാസ് ഈ PSCക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം അവിടെ അമിത്ഷായെ രാജിവെപ്പിക്കാൻ നടക്കുക നീറ്റ് പേപ്പർ ചോർന്നതിന്. രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞത് കേട്ടോ? നമ്മൾ പാർട്ടികളെ അല്ലെങ്കിൽ CJP പാർട്ടിയെ നമ്മൾ പിന്തുണയ്ക്കുന്നു, അവർ നല്ല കാര്യമാണ് ചെയ്തത്, അവരുടെ വിഷമവും വിരോധനവും അവരുടെ പ്രതിഷേധവും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇരട്ടത്താപ്പ് പാടില്ല. പഞ്ചാബിൽ ചോദ്യപേപ്പർ ചോർന്നു. ഇന്നലെ വലിയ സമരം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് മുമ്പിൽ BJP നടത്തി. ആ BJP നടത്തിയ സമരത്തിനകത്ത് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പങ്കെടുക്കുക എന്നും വേണ്ട, നിങ്ങളുടെ നേതാക്കന്മാർ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞോ? ഇല്ല. ജാർഖണ്ഡിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലാണ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അവിടെ കോൺഗ്രസുമായി ചേർന്നാണ് ഭരിക്കുന്നത് ഹേമന്ത് സോറൻ, ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് കേട്ടോ? ഇല്ല, പറയില്ല. അതുപോലെ തന്നെ കേരളത്തിലെ PSC പേപ്പർ ചോർന്നതിനെ കുറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ വലിയ രീതിയിൽ വായ്ത്താള പഠിക്കുന്നത് കേട്ടോ? ഇല്ലെങ്കിൽ വലിയ സംഭവം നടക്കുന്നത് കേട്ടോ? ഏഷ്യാനെറ്റിലെ മാധ്യമ പുങ്കവന്മാരൊക്കെ കരഞ്ഞു വീഴുകയാണ് ഡെയിലിയും പാറ്റകളെ ഓർത്ത്. എടാ നാണം കെട്ടവന്മാരെ, വല്ലപ്പോഴും ഒന്ന് ജാർഖണ്ഡിൽ നോക്ക്. ഇവിടെയും സമാനമായ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ നിൽക്കുക. നിങ്ങൾ അവരുടെ വിഷമം കാണുന്നില്ലേ? അവരെന്താ വേറെ രണ്ടാം കെട്ടിലുള്ള കുട്ടികളാണോ? അതോ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഉള്ള കുട്ടികളാണോ? അല്ല, അവരും നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ? അവരുടെ മനസ്സിനും ഒരു വിഷമമില്ലേ? അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു ചോദ്യപേപ്പർ ചോർച്ചയല്ലേ? അതിനെന്താണ് അവിടുത്തെ സർക്കാർ നടപടിയെടുക്കുന്നത്? അതായത് ഈ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്നത് മാത്രം ഒരു വലിയ സംഭവമെന്നും ഞാൻ ഇപ്പോൾ ആദ്യം എനിക്ക് ധർമ്മേന്ദ്ര പ്രധാന്റെ പല നിലപാടുകളും ഈ നീറ്റ് മാത്രമല്ല പല വിഷയങ്ങളിലും, അതായത് UGC ബില്ലിനെതിരെയൊക്കെ ഉള്ള എല്ലാ വിഷയങ്ങളിലും എനിക്ക് അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. കാരണം ഒരു മാന്യനായ നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പൊ നമുക്ക് തോന്നിപ്പോകുന്നു. നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ, CBI അത് അന്വേഷണം തുടങ്ങിയപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, മഹാരാഷ്ട്രയിലാണ് ഈ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ചോർന്നിരിക്കുന്നത് നീറ്റിന്റെ. അതായത് ഇവർ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. മറാത്തയിലുമൊക്കെ വിവിധ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ മറാത്ത ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഈ അധ്യാപികമാരുടെ കയ്യിൽ, അധ്യാപികമാരും ഉണ്ട് കേട്ടോ, അധ്യാപകന്മാരുടെ കയ്യിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ നേരെ വരുന്നു. ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇവർ കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇവർ പുറത്തു പോയിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിന് പണം പറ്റുകയുമായിരുന്നു ചെയ്തിരിക്കുന്നത്. ആ അന്വേഷണം തുടങ്ങുന്നത് കേരളം അടക്കമുള്ളിടത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നു വരുന്നുണ്ട്. അത് മിക്കവാറും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് കോച്ചിങ് സെന്ററുകൾ വഴിയൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതൽ. അല്ലാതെ പിള്ളേരെ എങ്ങനെ പിടിക്കാൻ പറ്റും? പിന്നെ അതുപോലെ തന്നെ ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അതായത് ഇരട്ടത്താപ്പ് പാടില്ല എന്ത് കാര്യത്തിനും. അതായത് വായിക്കൂടെ ഭക്ഷണം കഴിക്കുകയും വിസർജിക്കുകയും ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിസർജിക്കാൻ ഉപയോഗിക്കുക. രണ്ടും കൂടെ നിങ്ങൾ ചെയ്യരുത്. അതിനെ നമ്മൾ നമ്മുടെ നാട്ടിൽ വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, പ്രേക്ഷകർക്ക് അത് മാനിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ വാർത്ത നിങ്ങൾ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യിക്കണം. ഈ വാർത്ത എല്ലായിടത്തും എത്തേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ട് തരത്തിൽ നമുക്ക് പൗരന്മാരെ കാണാൻ കഴിയില്ല. നീറ്റിലും എഴുതുന്ന കുട്ടികൾ മാത്രമല്ല ഈ രാജ്യത്തിന്റെ കുട്ടികളും ജൻസികളും. ഇത് ജൻസികളല്ലേ? ജാർഖണ്ഡിന് തെരുവ് നിൽക്കുന്ന ജൻസികളാണ്. അവിടെ നിങ്ങൾ ജന്തർ മന്ദിർ സമരം ചെയ്ത ആ പിള്ളേരുടെ പ്രായം തന്നെയൊക്കെ ഉള്ളൂ ഇവർക്കും. ഇവര് അതിനേക്കാൾ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവര്. അതിനേക്കാൾ ചെറിയ കുട്ടികളാണ് ഇവര്. ആ കുട്ടികളാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. +2 കുട്ടികളല്ലായിരുന്നു പഞ്ചാബിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? +2 ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത്. അവിടെ എന്താ ആം ആദ്മി ഭരിക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. അവിടെ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാല് ഓഹോ, നിങ്ങളിട്ടാൽ ആഹാ എന്ന് പറയുന്നതൊക്കെ ഒരു രീതിയായിപ്പോയി. അത് ശരിയായ രീതിയിൽ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കണം. അതുകൊണ്ട് തന്നെ ഈ വാർത്ത മാക്സിമം പേരിലേക്ക് എത്തണം. കാരണം ഇപ്പോൾ ഈ യൂട്യൂബ് അടക്കം മറ്റേ അടക്കമുള്ളവരുടെ അൽഗോരിതം മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടേതായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കാണ് അവർ ബൂസ്റ്റിംഗ് കൊടുക്കുന്നത്, കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ചത്ത് കിടന്നിരുന്ന പല യൂട്യൂബ് ചാനൽസും ഒക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാറ്റകൾ വന്നുകൂടി അവർക്ക് റീച്ച് കിട്ടി. അത് അൽഗോരിതം മാറ്റിയിടുകയാണ്. നമ്മുടെയൊക്കെ ഫീഡുകളിൽ നമ്മൾ പറയാതെ തന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അവർ കയറ്റിയിടുകയാണ്. അത് മെറ്റ കാണിക്കുന്ന മറ്റൊരു തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം പേരിലേക്ക് എത്തേണ്ടതാണ്. ഇത്തരം വാർത്തകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നടന്ന പ്രക്ഷോഭം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് +2 വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ മാത്രമല്ല അവിടെ ചോർന്നിരിക്കുന്നത്, ആരോഗ്യ വകുപ്പിലെ തസ്തികകൾക്കുള്ള ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അപ്പം അവിടെ സമരം നടക്കുന്നു. അവിടെ കോൺഗ്രസ് സമരമുഖത്തായിട്ട് അവിടെ അത് എടുത്തു പറയണം. എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് സമരമുഖത്തെന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന ആം ആദ്മിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് അകാലിദൾ BJP ആണ് പഞ്ചാബിലെ സമരം. പക്ഷെ ഇപ്പൊ BJP മാത്രമേ നിലവിൽ പ്രത്യക്ഷത്തിൽ ഫീൽഡിലുള്ളൂ, ബാക്കിയുള്ളവരെ കാണുന്നില്ല. ജാർഖണ്ഡിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഭരിക്കുന്നത് കോൺഗ്രസും ജാർഖണ്ഡ് മുക്തി മോർച്ചയുമാണ്. അവിടെ ഇവർക്ക് പ്രശ്നമില്ല. ഏറ്റവും വലിയ രസം JNUവിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു വിഭാഗം ഈ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വരുന്ന ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് കുട്ടികളാണ്.
ആ കുട്ടികൾക്ക് പോലും ഇതിനകത്തിൽ എന്തോ SFIയും ഇടതുപക്ഷ സംഘടനകളെ പെടുന്ന വിദ്യാർത്ഥികളാണ്. അവർ പോലും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. കേരളത്തിലെ PSC ചോർച്ച, ജോൺ ബ്രിട്ടാസ് എന്നും പത്രസമ്മേളനം നടത്തുന്നുണ്ട്, വലിയ വായിൽ സംസാരിക്കുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തനെങ്കിലും ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചോ കേരളത്തിലെ PSC കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്? ചോദിക്കില്ല. കാരണം ഇവിടുത്തെ ഒരു ജേർണലിസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90-95% ഇടതുപക്ഷ SFIയിൽ കൂടെ വളർന്നു വന്ന കുട്ടികളാണ്. അവരിപ്പോഴും SFI ആണ്. ഇനി കുറച്ചാളായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സാമ്പത്തികമൊക്കെ വന്നു കഴിയുമ്പോഴേ അവർ മാറി ചിന്തിക്കത്തുള്ളൂ. ഞങ്ങൾ കിടക്കുന്നത് ഒരു കുഴിയിലാണ്, ഇതിനപ്പുറത്തേക്ക് പ്രകാശപൂരിതമായ ഒരു ലോകമുണ്ടെന്ന് അവർ പിന്നീട് ചിന്തിക്കുമായിരിക്കും, എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ ഇരട്ട താപ്പ് അത് തുറന്നു കാണിക്കുക തന്നെ വേണം. അതിനിപ്പം നമ്മളുടെ ഒരു വാർത്ത കൊണ്ട് അത് എത്ര പേരിലേക്ക് എത്തുമെന്ന് അറിയില്ലെങ്കിൽ പോലും അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ പ്രേക്ഷകർ കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്.